വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അതായത് ഒരു വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം. നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഏതാനും 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ കപ്പിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മെഷർമെന്റ് കപ്പിന് അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ആവശ്യമുണ്ട് ഇട്ടാൽ മതി. ഒരു ചെറിയതായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഒരിത്തിരി എണ്ണ കയ്യിൽ. വെള്ളം വളരെ സൂക്ഷിച്ചൊഴിച്ച് വേണം കുഴയ്ക്കാൻ. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്. കാര്യം ഇത് പരത്തി എടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അതേ രീതിയിൽ കുഴയ്ക്കണം. ഇത് മാവ് ഒരുവിധം ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ടുണ്ട്. ഇത് 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ഇതിന് ഫില്ലിങ്ങിനുള്ള ഇതിനകത്ത് വയ്ക്കാനുള്ള സാധനം നമുക്ക് റെഡിയാക്കാം. ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി, വലിയ കിഴങ്ങാണ്, 3 എണ്ണം പുഴുങ്ങി തോല് കളഞ്ഞു കൊണ്ടുവച്ചിരിക്കുക. ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ച്. വലിയ കിഴങ്ങാണ്, അത് നല്ലപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ കുക്കറിൽ പുഴുങ്ങിയാൽ മതി. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ഒന്ന് വാടണം. രണ്ട് സവാള ചെറുതായി അരിഞ്ഞത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. ഒരെണ്ണം ഇട്ടാലും മതി. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. ബാക്കി ഉപ്പ് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ഇടാം. ഫില്ലിങ്ങിന് ഏത് സാധനം വേണമെങ്കിലും വയ്ക്കാം. കോഴിമുട്ട ഉണ്ടെങ്കിൽ മുട്ട വെക്കാം. ഏത് മുട്ട വേണമെങ്കിലും വയ്ക്കാം. പുഴുങ്ങി ചെറിയ പീസാക്കി ഇട്ടാൽ മതി. നിങ്ങൾക്ക് എന്ത് ഇഷ്ടം ഉണ്ടെങ്കിലും ഫില്ലിങ്ങിന് വെക്കാം. ഇതിനകത്ത് വെച്ച് ഏത് സാധനം വേണമെങ്കിലും വെച്ച് പൊരിക്കും. എൻ്റെ അടുത്ത് ഇത്രയും സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് എടുത്തത്. ഒരുപാട് ഓവർ കുക്കാവണ്ട. ഇനി നമുക്ക് കിഴങ്ങിടാം. കിഴങ്ങ് പൊടിച്ച് വെച്ചാണ്. കൂടുതലങ്ങ് വെന്ത് പോകണ്ട. മല്ലിയിലയും കൂടെ ഒരിത്തിരി ഉപ്പും കൂടെ ഇടാം. ഉരുളക്കിഴങ്ങിന് ഉപ്പ് ഇനി ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. 1/4 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനിടും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. മസാല ഞാൻ ഉള്ളി വഴറ്റിയപ്പോൾ ഇടാൻ അങ്ങ് വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് അങ്ങ് ഇട്ട്. അത് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ 4 വശത്തോട്ട് ഇത് നീക്കിയിട്ട് നടുക്കോട്ട് ഉള്ളി എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് മസാല ഇട്ടൊന്ന് മൂപ്പിച്ചാൽ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് തരും. നമ്മളിപ്പോൾ മനുഷ്യരില്ലേ, നമ്മളിപ്പോൾ വിട്ടുപോകും എടുത്ത് വെച്ചാലും. ഫില്ലിങ്ങിനുള്ള എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് വെക്കേണ്ട കൂട്ട് ഫില്ലിങ്ങിനുള്ളത് ഞാൻ എല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം പെട്ടെന്നാവും. ഇനി നമുക്ക് ഈ മാവ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉരുട്ടി
റെഡിയാക്കിയിട്ടുണ്ട്. നല്ലതുണ്ട്, ഇത്രയും കനത്തിൽ ഉരുട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുള എടുത്ത് പൊടിയിലൊന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് പരത്താം. എത്രയും കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും കനം കുറച്ച് പരത്താം. ഇത്രയും മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇങ്ങനെ ഷേപ്പിലാണ് ഒരെണ്ണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫില്ലിങ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ഇതിൽ പറ്റുന്ന ഉരുള വെച്ചാൽ മതി. എന്നിട്ട് ഇതാണ്ട് ഈ വശം ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ മൂടണം. കണ്ടോ? എന്നിട്ട് ഇതാണ്ട് ഇങ്ങനെ മൂടണം. എന്നിട്ട് ഈ വശം എടുത്ത് ഇങ്ങനെ മൂടണം. എന്നിട്ട് ഇതാണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ കണ്ടോ? ഓക്കെ. കണ്ടോ? ഇതിൻ്റെ ഫില്ലിങ് എല്ലാം അകത്ത് തന്നെ ഇരിക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാനാണ്. എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഈ മാവ് ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് കുറച്ചല്ലേ എടുക്കത്തുള്ളൂ മാവൊക്കെ. അന്നേരം പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇതിന് ഞാൻ ഈ മാവിനകത്ത് ഞാൻ മധുരം ഒന്നും ചേർത്തിട്ടില്ല. മധുരം വേണ്ടവർക്ക് കുറച്ച് മധുരം കൂടെ ചേർക്കാം. ഞാൻ മധുരം ചേർക്കാഞ്ഞതിൻ്റെ കാര്യം ഈ മധുരച്ചട്നി ഞാൻ ഉണ്ടാക്കി വെച്ചേപ്പോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തൊട്ട് കഴിക്കാൻ. അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇതേടാ ഇതിൻ്റെ ഫില്ലിങ് എല്ലാം ഇങ്ങനെ സൈഡിൽ അഥവാ കാണുവാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണേ. നല്ല ആയിട്ടുണ്ട്. ഉണ്ടാ ഒട്ടും വെളിയിൽ വരത്തില്ല. അന്നേരം ഇതുപോലെ എല്ലാം നമുക്ക് പരത്തി മടക്കി എല്ലാം റെഡിയാക്കി ഇതിനകത്ത് വെക്കും. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ കാണിച്ചല്ലോ. ഇനി നമുക്കിത് ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ തിളക്കിയിട്ട് ഇത് നമുക്ക് പൊരിച്ചു പോരാം. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സിമ്മിലിടാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഇതിലോട്ടിടാം. ഇത് 4 എണ്ണം വീതം നമുക്ക് പൊരിച്ചു പോരാം. ഞാൻ ഇളക്കി കൊടുക്കണം പതുക്കെ, കരി. എപ്പോഴും ഗ്യാസ് സിമ്മിലിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു. ഇതിന് ഉള്ളിലൊന്നും വേവാനില്ല. ഉള്ളിലെല്ലാം നമ്മൾ എണ്ണയിൽ വാട്ടി റെഡിയാക്കിയതല്ലേ. ഈ പുറമെ ഈ കോട്ടിങ് ഒന്ന് മൊരിഞ്ഞാൽ മതി. ഇത് പൊരിഞ്ഞിട്ടുണ്ട്. 2 വശവും പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പോരാം. തിരുനേരം ഇങ്ങനെ പിടിക്കണം. എണ്ണ തെറിക്കൊന്നും ചെയ്യരുത്, സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാൻ. ഇനി അടുത്ത ട്രിപ്പ്. ഇത് ലാസ്റ്റ് 2 എണ്ണം ഉണ്ടായിരുന്നു, അത് നമ്മൾ പൊരിക്കും. ഇതുകൊണ്ട് അത് തീർന്നില്ല.
വേണ്ട നമ്മുടെ ഈവനിങ് സ്നാക്ക് അല്ലേ 4 മണി പലഹാരം, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കേണ്ടത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഒരു മധുര ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചട്നിയുടെ റെസിപ്പി പിന്നെ ഞാൻ ഇടുന്നുണ്ട്. അതുപോലെ സോസ് കൂട്ടിയും കഴിക്കാം. ഇത് മധുരം ഇട്ടുണ്ടാക്കിയതല്ല, അതുകൊണ്ട് ഈ മധുര ചട്നി കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിൽ റെഡിയാക്കണം, ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം, ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.